നമസ്കാരം. ആചാരം എന്നുള്ളത് SOP ആയിട്ട് ചിന്തിക്കുക. കുറച്ചുകൂടി നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. പ്രദക്ഷിണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അടുത്ത വിഷയം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാർ വലിയൊരു ഓട്ടത്തിലാണ്, തിരക്കിലാണ്. നേരെ ശ്രീകോവിലിൻ്റെ പുറത്ത് ഒഴുകി വരുന്ന തീർത്ഥം കുടിക്കുവാനായിട്ട്, അതിനെ പ്രണാളം എന്ന് പറയുന്നു, തീർത്ഥവാരിധി എന്നൊക്കെ പറയാം. അങ്ങനെ അതുവഴി ഒഴുകി വരുന്ന തീർത്ഥം കുടിക്കുകയാണ്. ആ ഓവ് എന്നുള്ളത് തീർത്ഥത്തിന് വേണ്ടി മാത്രമല്ല ഉള്ളത്. ഏവരും മനസ്സിലാക്കുക, ക്ഷേത്രത്തിനകത്ത്, ശ്രീകോവിലിനകത്ത് കഴുകി വൃത്തിയാക്കി പുറന്തള്ളപ്പെടുന്ന വെള്ളം, ഇതെല്ലാം തന്നെ അതുവഴിയാണ് വരുന്നത്. അപ്പോൾ ആ ഓവ് എന്നുള്ളത് ശുദ്ധമാകണമെന്നില്ല, ഏവരും മനസ്സിലാക്കുക. അപ്പോൾ തീർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേൽശാന്തിമാർ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നു, നവകം, കലശം ഇത്യാദികളെല്ലാം തന്നെ നടത്തുന്നു. പ്രത്യേകം പാത്രം പീഠത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് അത് പിടിച്ച് ശുദ്ധിയോടുകൂടി, മന്ത്രജപത്തോടു കൂടി തന്നെയാണ് അഭിഷേകം നടക്കുന്നത്. ആ ശുദ്ധിയോടുകൂടി നമുക്ക് ശംഖിലോ കിണ്ടിയിലോ മാറ്റിയ ശേഷം നമുക്ക് തീർത്ഥം തരികയാണ്. ശംഖ് എന്നുള്ളത് കാൽസ്യം തന്നെയാണ്. അത് ഇന്ന് ഇങ്ങനെയൊക്കെ വാക്കുകൾ പറയേണ്ടി വരികയാണ്, വേറെ വഴിയില്ല. അപ്പോൾ ശംഖിൽ നിന്ന് നാം തീർത്ഥം കുടിക്കുന്നു, കിണ്ടിയിൽ നിന്ന് തീർത്ഥം കുടിക്കുന്നു. അതൊരു ഔഷധമാണ്. ദയവ് ചെയ്ത് ഓടിപ്പോയി ശ്രീകോവിലിൻ്റെ തീർത്ഥവാരിധി അല്ലെങ്കിൽ പ്രണാളത്തിലൂടെ ഒഴുകി വരുന്ന തീർത്ഥം കുടിക്കരുത്. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഈ ബലിക്കല്ലിൽ തൊട്ട് തൊഴുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ പ്രദക്ഷിണം വെക്കുകയാണ്, എവിടെയായിട്ട് ബലിക്കല്ലുണ്ട്. അതിൻ്റെ ശാസ്ത്രീയതയിലേക്കൊന്നും കിടക്കുന്നില്ല. ബലിക്കല്ലിൽ തൊട്ട് തൊഴേണ്ട ആവശ്യമില്ല. കാരണം പ്രാഥമികമായി ചിന്തിച്ചാൽ തന്നെ ക്ഷേത്രങ്ങളിലുള്ള ഒരു വിഗ്രഹം പോലും നാം കൈകൊണ്ട് തൊടരുത്. നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, നാമജപം ജപിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്തുള്ള ബലിക്കല്ലിൽ ചവിട്ടരുത്. ഇല്ലെങ്കിൽ അത് നീങ്ങി നടക്കുക, അതിനെ മറികടക്കാതെ, അതിനെ തൊട്ട് തൊഴാതെ പ്രദക്ഷിണം വെക്കുക, ദേവനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക, നാമജപം ജപിക്കുക. നാമജപം സൈലൻ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഉച്ചത്തിന് അങ്ങനെ നാമജപം ജപിക്കണമെന്നില്ല. മനനേന ത്രായതേ, മനസ്സിനകത്ത് നാം ചിന്തിക്കുന്നു മന്ത്രങ്ങളാണ്. ഒരുപാട് നാമജപം ജപിക്കുക, നാമജപം ശീലമാക്കുക. ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ മനസ്സിലൊരു ചിന്ത വെക്കാം, ഏവർക്കും വെക്കാം. ഞാനടക്കം ഇതിൽ എല്ലാം ബാധകമാണ്. കാരണം ശീലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. നാം എന്നും ശീലിക്കണം. ശീലം സർവത്ര വൈധനം. ക്ഷേത്രത്തിനകത്ത് കടക്കുമ്പോൾ 10 മിനിറ്റ് ഞാനൊന്ന് സമാധാനമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, ദേവനെ കാണുകയാണ്, സ്മരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി അകത്ത് പോകുന്നു. തിരിച്ച് വെളിയിലിറങ്ങുന്നത് വരെ സംസാരിക്കത്തില്ല എന്നുള്ള ഒരു വസ്തുത ഏവരും മനസ്സിൽ വെക്കുക. ഇനി വേറെ ചോദ്യം ചോദിക്കരുത്. തിരുമേനി എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാമോ, റെസീറ്റ് എഴുതുമ്പോൾ അവിടെ സംസാരിക്കാമോ എന്നൊന്നും ചോദിക്കരുത്. ഇതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് നല്ല ഉദ്ദേശമായിട്ട് ഇതിനെ കരുതി മുന്നോട്ട് കൊണ്ടുപോവുക. നിശബ്ദത നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. പൊതുവേ നമുക്ക് മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ, കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമസ്കരിക്കേണ്ടത് കൊടിമരത്തിന് വെളിയിൽ നമസ്കരിക്കുക. ഈ നമസ്കാരമെല്ലാം കഴിഞ്ഞ് തീർത്ഥം വാങ്ങിച്ചു, പ്രസാദം വാങ്ങിച്ചു, ചന്ദനം തൊട്ടു, ഇതെല്ലാം കഴിഞ്ഞ് നാം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സമാധാനമായിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കുക. അപ്പോഴെങ്കിലും അതിനെ ചൊല്ലിയെങ്കിലും നാം ഒരു 5 മിനിറ്റ് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കും, ദേവനെക്കുറിച്ച് ചിന്തിക്കാം. ഇതെന്താണ്, ഈ ലോകം എന്താണ് എന്നിങ്ങനെ നാം ചിന്തിക്കും. അതൊരു തുടക്കമാവും, ആധ്യാത്മിക ചിന്തയിലേക്ക് അതൊരു തുടക്കമാവും. കാരണം 1000 മൈൽസ് ജേണി ബിഗിൻ വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ആദ്യത്തെ പടി എന്നുള്ളത് അവിടെ നിന്ന് തുടങ്ങാം. നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഏവരും ഇതിനെക്കുറിച്ച് ഒന്ന് ബോധപൂർവം ഒന്ന് ചിന്തിച്ച് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. നമസ്കാരം.